അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് റിവിഷനും പിന്നെ എല്ലാ മൊഡ്യൂൾസിലും കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് സിമ്പിൾ പ്രോബ്ലംസ് ആണ്. അത് ഒരുപക്ഷെ എക്സാമിന് ചോദിക്കാം. അപ്പോൾ അതൊരു ട്യൂട്ടോറിയൽ ഹവർ പോലെ ഇനി അടുത്ത ക്ലാസ് തൊട്ടിട്ട് അത് നമ്മൾ ചെയ്യും. അതിനോടൊപ്പം തന്നെ റിവിഷൻസ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ സെറാമിക്സ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായത്. സെറാമിക്സ് അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ലാസ്റ്റ് ക്ലാസ്സിൽ. അപ്പോൾ സെറാമിക്സ് ഒറിജിനേറ്റഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് കെർമിക്കോസ് വിച്ച് മീൻസ് ബേൺഡ് സ്റ്റഫ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ സെറാമിക്സിന് അതിൻ്റെ ഹൈ അഡ്വാൻസ്ഡ് പ്രോപ്പർട്ടീസ് കിട്ടുന്ന അങ്ങനെയാണ്. ഇറ്റ്സ് ത്രൂ എ ഹൈ ടെമ്പറേച്ചർ പ്രോസസ് കോൾഡ് ഫയറിംഗ്. Ceramic is a compound formed by the combination of metallic and non-metallic elements. അപ്പോൾ both metallic and non-metallic elements ഉണ്ടാവും. എക്സാമ്പിൾ ആയിട്ട് ഓൾ മെറ്റൽ ഓക്സൈഡ്സ്, കാർബൈഡ്സ്, നൈട്രേറ്റ്സ്, സിലിക്കേറ്റ്സ് ഒക്കെ സെറാമിക് മെറ്റീരിയൽസ് ആണ്. ജനറൽ ആയിട്ട് അതിൻ്റെ അപ്ലിക്കേഷൻസിൽ വരുന്നതാണ് റിഫ്രാക്ടറീസ്, ഗ്ലാസസ്, അബ്രസീവ്സ്, ക്ലേസ്, എനാമൽസ്. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഓഫ് സെറാമിക്സ്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു ട്രഡീഷണൽ ആയിട്ട് കാണപ്പെടുന്ന സെറാമിക് മെറ്റീരിയലാണ് ബ്രിക്സ്, ടൈൽസ്, പോഴ്സ്ലൈൻ. ഇതൊക്കെ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ സെറാമിക്സ് എന്ന് പറയുന്ന സാധനങ്ങളാണ്. പോഴ്സ്ലൈൻ, ടൈൽസ് ഒക്കെ. അതുപോലെ ഗ്ലാസസ്. സോ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഡെവലപ്പ് ഫ്രം ദ റോ മെറ്റീരിയൽ ക്ലേ. ഓക്കെ. സോ അതുപോലെ തന്നെ ഒരുപാട് ന്യൂ ജനറേഷൻ അഡ്വാൻസ്ഡ് സെറാമിക്സ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് അപ്ലിക്കേഷൻസ് ഇൻ എയറോസ്പേസ് ഫീൽഡിലും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫീൽഡിലൊക്കെ ഒരുപാട് സെറാമിക് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുപോലെ സിമെൻറ്റ് ഒരു എക്സാമ്പിളാണ്. ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ടാകും സെറാമിക്സിൻ്റെ. ഹൈ ഹാർഡ്നെസ്, ഹൈ ബ്രിട്ടിൽനെസ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, കെമിക്കലി ഇറ്റ് വിൽ ബി ഇനേർട്ട് ആൻഡ് good electrical insulator. They are good electrical insulators. So these are the different properties of ceramics. So hardness and brittleness കൂടുതലാണ്. High melting point, and so they can be used at even at a higher temperatures. Chemically inert ആണ്. So there will be no reaction with the acids or other solvents. They are good electrical insulators also. So അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൂടി ഉണ്ട്. So these are the different properties of ceramics. So there will be more than one type of atomic bonding in ceramics. അപ്പോൾ അത് അയോണിക് ബോണ്ട് തൊട്ടിട്ട് അത് കോവാലന്റ് ബോണ്ട് വരെ ആ റേഞ്ചിൽ ഏത് ബോണ്ട് വരാം, അല്ലെങ്കിൽ 2 ബോണ്ട്സ് വരാം. പ്രിഡോമിനൻ്റ് ആയിട്ട് നമ്മൾ അയോണിക് ബോണ്ട്സ് കാണുന്നുണ്ട്. So the crystal structure of these materials are influenced by electrical charges and relative size of the component ions. അയോണിക് ബോണ്ട്സിലുള്ള സെറാമിക്സ് ആണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. സോ സെറാമിക്സിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ്, അല്ലെങ്കിൽ സെറാമിക് ക്രിസ്റ്റൽ സ്ട്രക്ചർ നോക്കുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് കോർഡിനേഷൻ നമ്പർ ആൻഡ് റേഡിയസ് റേഷ്യോ ഓഫ് സെറാമിക്സ്. സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം. സോ സെറാമിക്സ് ആർ കമ്പോസ്ഡ് ഓഫ് അറ്റ്ലീസ്റ്റ് 2 elements or even more. Their crystal structures are generally more complex than those for metals. The atomic bonding in these materials ranges from purely ionic to totally covalent. Now purely ionic bond വരാം, 2 ടൈപ്പ് ബോണ്ട് വരാം, അതുകൂടാണ്ട് ഫൈനലി കോവാലന്റ് ബോണ്ട് മാത്രമായിട്ടും വരാം. Many ceramics exhibit a combination of these 2 bonding types. So for those ceramics materials for which the atomic bonding is predominantly ionic, the crystal structures may be thought of as being composed of electrically charged ions instead of atoms. അപ്പോൾ അയോണിക് ബോണ്ട് കാണുന്ന സെറാമിക്സിലൊക്കെ എന്തായിരിക്കും, ആറ്റോമിക് സ്ട്രക്ചർ അല്ല, അതിൽ അയോണിക് സ്ട്രക്ചർ ആണെന്നുണ്ടാല് അയോൺസ് ആയിരിക്കും ഉണ്ടാവില്ല, അല്ലേ? The metallic ions or cations are positively charged because they have given up their valence electron to the non-metallic ions. സോ ഓൾറെഡി പറഞ്ഞു, അതിലൊരു മെറ്റാലിക് അയോണും ഉണ്ടാവും, നോൺ മെറ്റാലിക് അയോണും ഉണ്ടാവും. സോ മെറ്റാലിക് അയോൺസിനെയാണ് നമ്മൾ കാറ്റിയോൺസ് എന്ന് പറയുന്നത്. യൂഷ്വലി കാറ്റിയോൺസ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്. സോ അത് ഒരു വാലൻസ് ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയിട്ടാണ് അത് പോസിറ്റീവ് ചാർജ് ആയത്. സോ ഈ നഷ്ടപ്പെടുത്തിയ വാലൻസ് ഇലക്ട്രോൺ ആയിരിക്കാം കിട്ടിയത്, ഇറ്റ് ഈസ് ഗിവൺ ടു എ നോൺ മെറ്റാലിക് അയോൺ ആൻഡ് ദേ വിൽ ബിക്കം നെഗറ്റീവ്ലി ചാർജ്ഡ്. ദേ ആർ കോൾഡ് ആസ് ആനിയോൺസ്. അപ്പോൾ കാറ്റിയോൺ ആനിയോണിന്റെ സൈസ് വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ റേഡിയസ് റേഷ്യോ പറയുന്നത്. The size or ionic radii of the cation and anions are Rc for cation and Ra for anion respectively. Because the metallic elements give up electrons when ionized, cations are ordinarily smaller than anions. Cations എപ്പോഴും ആനിയോൺസിനേക്കാളും ചെറുതായിരിക്കും. കാരണം അതിൻ്റെ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ അത് ബാക്കിയുള്ള ഇലക്ട്രോണിക്സിനെയൊക്കെ അത് എന്ത് ചെയ്യും, വാലൻസ് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, ബാക്കിയുള്ള ഇലക്ട്രോൺസിന് അത്
ന്യൂക്ലിയസിലേക്ക് ഷ്രിങ്ക് ചെയ്ത് അട്രാക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ നേരെ മറിച്ച് ആനിയോണിലേക്ക് പോയ ഇലക്ട്രോൺ എന്ത് ചെയ്യും, അത് എപ്പോഴും ടെൻഡൻസി പുറത്തേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും. അപ്പോൾ അതിന്റെ സൈസ് കൂടുതലായിരിക്കും. സോ ആനിയോൺ വിൽ ബി ഹാവിങ് എ ലാർജർ സൈസ് ദാൻ കാറ്റയോൺ. സോ റേഡിയസ് റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും RC/RA ആണ്. റേഡിയസ് ഓഫ് കാറ്റയോൺ ടു റേഡിയസ് ഓഫ് ആനിയോൺ ആണ്. റേഡിയസ് ഓഫ് ആനിയോൺ വിൽ ബി ഗ്രേറ്റർ. സോ always this radius ratio will be less than 1. Each cation preferred to have as many nearest neighbor anions as possible. എപ്പോഴും the cations will be എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കൂടുതൽ ആനിയോൺസ് അതിന്റെ ചുറ്റിലും ഉണ്ടാവണമെന്നാണ് cations പ്രിഫർ ചെയ്യുന്നത്. Similarly, the anions also desire a maximum number of cation nearest neighbors. Stable ceramic crystal structure form when those anions surrounding a cation are all in contact with ദാറ്റ് കാറ്റയോൺ. അപ്പോൾ എപ്പോഴും പരസ്പരം അത് അട്രാക്ട് ചെയ്തിട്ട് തന്നെ നിൽക്കുന്നത്. കാറ്റയോൺസ് എപ്പോഴും മാക്സിമം നമ്പർ ഓഫ് ആനിയോൺസ് ചുറ്റിലും ഉണ്ടാവാനാണ് അതിന്റെ ടെൻഡൻസി വരുന്നത്. അതുപോലെ തന്നെ ആനിയോൺസിന്റെ കേസിലും. ഓക്കെ, സോ ദർ വിൽ ബി എ സ്പെസിഫിക് കോർഡിനേഷൻ നമ്പർ. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ പറയുന്നത്, ഒരു ആറ്റത്തിന് ചുറ്റിലും ഇല്ല അല്ലെങ്കിൽ ഒരു അയണിന് ചുറ്റിലുള്ള നിയർ ബൈ അയോൺസിനെ നമ്മൾ എന്താ പറയുക, കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് അല്ലേ. ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ ദ ഫസ്റ്റ് മൊഡ്യൂൾ അല്ലെ. ഒരു ആറ്റത്തിന് ഏറ്റവും അടുത്തുള്ള നിയറസ്റ്റ് നെയ്ബറിംഗ് ആറ്റംസ്, ദ നമ്പർ ഓഫ് നിയറസ്റ്റ് നെയ്ബറിംഗ് ആറ്റംസ് ഈസ് ദ കോർഡിനേഷൻ നമ്പർ ഫോർ ദാറ്റ് പർട്ടിക്കുലർ ക്രിസ്റ്റൽ. സിമിലർലി അയോൺസിന്റെ കേസിലും ഒരു കാറ്റയോൺ ആണെങ്കിൽ അതിന്റെ ചുറ്റുമുള്ള നിയറസ്റ്റ് അയോൺസ് എത്രയാണോ അതാണ് അതിന്റെ കോർഡിനേഷൻ നമ്പർ. So for a specific coordination number, there is a critical radius ratio for which the cation-anion contact is established. The cation-anion contact വരണമെങ്കിൽ there is a specific coordination number in order to establish this contact between cation and anion. Okay. So that particular radius ratio, ഒരു particular radiusലായിരിക്കും ഈ cation anion ഉണ്ടാല്. ആ radius ratio ആണ് നമ്മൾ critical radius ratio എന്ന് പറയുന്നത്. Okay. അപ്പോൾ ഇവിടെ സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ കാറ്റയോൺ ആനിയോൺ കോർഡിനേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം നോക്കിയത് രണ്ടും സ്റ്റേബിൾ ആണ്, അതിൽ കോണ്ടാക്ട് ഉണ്ട് അല്ലേ. ആനിയോൺസ് ആണ് ലാർജർ സൈസിൽ കാണിക്കുന്നത്, കാറ്റയോൺ ആയിട്ട് കോണ്ടാക്ട് ഉണ്ട്. ദ ലാസ്റ്റ് വൺ അതിൽ കോണ്ടാക്ട് ഇല്ല, സോ ഇറ്റ് വിൽ ബി അൺസ്റ്റേബിൾ. So the coordination number is related to the cation-anion radius ratio. For a specific coordination number, there is a critical or minimum RC/RA ratio for which the cation-anion contact is established. So അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ റേഡിയസ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോർഡിനേഷൻ നമ്പർ ആണ് ഇവിടെ കാണിക്കുന്നത് 2 കോർഡിനേഷൻ നമ്പർ അല്ലേ. കാരണം അവിടെ ഒരു കാറ്റയോണിന് ചുറ്റിലും 2 ആനിയോൺസ് ഉണ്ടല്ലോ. നിയർ ബൈ നമ്പർ ഓഫ് അയോൺസ് ഈസ് ഈക്വൽ ടു 2. 3 വരുമ്പോൾ നിയർ ബൈ നമ്പർ ഓഫ് അയോൺസ് അല്ലെങ്കിൽ നിയർ ബൈ നമ്പർ ഓഫ് ആനിയോൺസ് വിൽ ബി 3. 4 ആണെങ്കിൽ 4 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന്റെ കോർഡിനേഷൻ ജോമെട്രി ആണ് ഫിഗറിൽ കാണിക്കുന്നത്. അതിന്റെ കാറ്റയോൺ ആനിയോൺ റേഡിയസ് റേഷ്യോവും കാണിക്കുന്നുണ്ട് അല്ലേ. എപ്പോൾ അത് ലെസ് ദാൻ 1 ആയിരിക്കും. So അത് 3 കോർഡിനേഷൻ നമ്പർ വരെയാണ് ആ ഫിഗറിൽ കാണിക്കുന്നത്. Radius ratio and coordination number. Always the metallic ions, cations will be positively charged. The non-metallic ions, anions are negatively charged. The radius ratio is RC/RA, where RC is radius of cation, RA is radius of anion. Radius ratio is less than 1. Already same slide തന്നെയാണ്, ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്ത സെയിം സ്ലൈഡ് തന്നെയാണ്. ഇത് നമ്മൾ നോക്കിയതാണ്. Each cation likes to have as many nearest anion neighbors as possible. Likewise, the anions also prefer to have maximum number of cations as nearest neighbors. The coordination number എന്താണ്? It represents the number of nearest cation neighbors to an anion or vice versa. തിരിച്ചും same ആണ്. For a specific coordination number, there is a critical radius ratio for which the cation-anion contact is established. The size of an ion or ionic size, it always depends on the coordination number, the charge of the ion and several other factors. അപ്പോൾ ഈ അയോണിന്റെ സൈസ് അല്ലെ നമ്മൾ റേഡിയസ് റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പോൾ റേഡിയസ് പറയുന്നത് എന്താണ്? ഇറ്റ് റെപ്രസെന്റ്സ് ദ സൈസ് ഓഫ് ദ അയോൺ. ദ സൈസ് ഓഫ് ദ അയോൺ ഓർ ദ അയോണിക് സൈസ് ഡിപ്പെൻഡ്സ് ഓൺ ദി, ഈ ടേംസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അയോണിന്റെ സൈസ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിന്റെ റേഡിയസ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ദ കോർഡിനേഷൻ നമ്പർ, ദ ചാർജ് ഓഫ് ദ അയോൺ. ദർ ആർ ഓൾസോ ലോട്ട് ഓഫ് അതർ ഫാക്ടേഴ്സ്. സോ കോർഡിനേഷൻ നമ്പറും ചാർജ് ഓഫ് ദ അയോണും ഒരു 2 ഡിസൈഡിങ് ഫാക്ടേഴ്സ് ആണ് ഡിസൈഡിങ് ദി സൈസ് ഓഫ് ദ അയോൺ. The ionic radius increases as the coordination number increases. So whenever the coordination number increases, the ionic radius also increases. So when an electron is removed from an atom or from an ion, the remaining electrons are tightly bound to the nucleus and hence decreasing the ionic radius. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബാക്കിയുള്ള ഇലക്ട്രോൺസിനെ ആ ന്യൂക്ലിയസ് അടുത്തേക്ക്
ബൗണ്ട് ചെയ്ത് നിൽക്കും. സോ അതിന്റെ ടോട്ടൽ സൈസ് വിൽ ബി റെഡ്യൂസ്ഡ് അല്ലെ. ആനിയോൺസ് വിൽ ഹാവ് ഡിക്രീസ്ഡ് അയോണിക് റേഡിയസ്. അതുകൊണ്ടാണ് ആനിയോൺസിന്റെ റേഡിയസ് കുറവ് വരുന്നത്. കാരണം ആനിയോൺസ് ഓൾവേസ് ലൂസ് വൺ ഇലക്ട്രോൺ ടു ദി നോൺ മെറ്റാലിക് അയോൺ അല്ലെ. സോറി, so anions larger radius ആണ്. The cations will have an increased ionic radius compared to the respective atomic radius. Actually anions ആണ് സൈസ് കൂടുതൽ, ഇതല്ല, ആക്ച്വലി ആനിയോൺസിനാണ് സൈസ് കൂടുതൽ. കാരണം കാറ്റയോൺസ് ആണ് ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്നത്. സോ anions will be negatively charged and size of the anion will be larger, and cations will be turned to positively charged and size of the cation will be smaller. Okay. Next one is crystal structure of ceramic materials. Crystal structure of ceramic materials. So again, ceramic materials ilum adinte crystal structure undu. Sir, there are 3 possible crystal structure for ceramics. 3 type crystal structure ആണ് ceramics nillathu. So one by one ആയിട്ട് നമ്മൾ നോക്കാം. അപ്പോൾ അതിന്റെ ജനറൽ ഒരു ഫോർമാറ്റ് ആണെന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് AH ടൈപ്പ് ക്രിസ്റ്റൽ സ്ട്രക്ചർ. സോ AH ഈസ് എ കോമ്പൗണ്ട്. അപ്പോൾ അതിന്റെ എയും എച്ചും ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സീസിയം ക്ലോറൈഡ് ഒരു സെറാമിക് മെറ്റീരിയൽ ആണ്. അപ്പോൾ സീസിയം ക്ലോറൈഡിന്റെ CS-ഉം CL-ഉം ഉണ്ടാവും അല്ല, CS-CL അങ്ങനെയാണ് സീസിയം ക്ലോറൈഡ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏത് റെപ്രസെന്റ് ചെയ്യുന്നത് CS-നെയും H റെപ്രസെന്റ് ചെയ്യുന്നത് CL-നെയുമാണ്. സോ AH ഇസ് എ ജനറൽ ഫോർമാറ്റ് മാത്രമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ AH ടൈപ്പ് ക്രിസ്റ്റൽ സ്ട്രക്ചറിലെ സെറാമിക്സ് ഉണ്ട്. ഓക്കെ, അതെന്താണെന്ന് നോക്കാം. സെറാമിക് മെറ്റീരിയൽസ് ഹാവിംഗ് ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനിയോൺസ്. ceramics material having equal number of cations and anions. അതിനെയാണ് നമ്മൾ AH type crystal structure എന്ന് പറയുന്നത്. ceramic materials having equal number of cations and anions. Where A represents cation and H represents anion. അപ്പോൾ എയും എച്ച് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ കാറ്റയോണിനെയും ആനിയോണിനെയാണ് എയും എച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ, മോസ്റ്റ് പോപ്പുലർ ആയിട്ട് ഒരു എക്സാമ്പിൾ ആണ് സോഡിയം ക്ലോറൈഡ്. ഓക്കെ, സോ കോർഡിനേഷൻ നമ്പർ സോഡിയം ക്ലോറൈഡിന്റെ കേസിൽ കോർഡിനേഷൻ നമ്പർ 6 ആണ്. സോ നിയർ ബൈ ഒരു ആറ്റിയോൺ എടുത്തു കഴിഞ്ഞാൽ നിയർ ബൈ 6 ആനിയോൺസ് ഉണ്ടാവും. അല്ലെങ്കിൽ അതിന്റെ വൈസ് വേഴ്സ എടുത്താലും അതുപോലെ തന്നെ ആയിരിക്കും. റേഡിയസ് റേഷ്യോ ഈസ് ബിറ്റ്വീൻ 0.41 ആൻഡ് 0.73. ഇപ്പോൾ റേഡിയസ് റേഷ്യോ ഈ ഒരു വാല്യൂവിന്റെ ഇടയിലാണ് സോഡിയം ക്ലോറൈഡിന്റെ കേസിൽ. ഒരു എക്സാമ്പിൾ ആയിട്ട് H ടൈപ്പിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് മോസ്റ്റ് പോപ്പുലർ ആയിട്ട് നമുക്ക് ഉള്ള ഒരു എക്സാമ്പിൾ ഏതാണ് സോഡിയം ക്ലോറൈഡ് ആണ്. അപ്പോൾ അതിന്റെ കോർഡിനേഷൻ നമ്പറും റേഡിയസ് റേഷ്യോയും കൂടി എഴുതുക. അതുകൂടാണ്ട് ഫർദർ വി ഹാവ് ഓൾസോ അതർ എക്സാമ്പിൾസ് ലൈക്ക് MgO, MnS അല്ലെ, LiF, ഇതൊക്കെ എന്താണ് ലിഥിയം ഫ്ലൂറൈഡ് അല്ല, അയൺ ഓക്സൈഡ്, ഓക്കെ, മാംഗനീസ് സൾഫൈഡ്, മെഗ്നീഷ്യം ഓക്സൈഡ്, ഇതുപോലുള്ള അതർ എക്സാമ്പിൾസ് ഉണ്ട്. AH type of compounds results in the anions and cations have the same magnitude of charges. അപ്പോൾ AH ടൈപ്പ് ഉണ്ടാകുന്നപ്പോഴാണ് ആനിയോൺസും കാറ്റയോൺസിനും ചാർജ് സെയിം മാഗ്നിറ്റ്യൂഡ് ചാർജ് ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ ചാർജസിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആകുമ്പോഴാണ് നമുക്ക് AH ടൈപ്പ് ഓഫ് സെറാമിക് കോമ്പൗണ്ട്സ് കിട്ടുന്നത്. ഇൻ സീസിയം ക്ലോറൈഡ് crystal structure the coordination number is 8. In some other ceramic materials like ZnS, ZnT and SiC, coordination number is observed as 4. അപ്പോൾ ഇതൊക്കെ ഡിഫറെന്റ് കോർഡിനേഷൻ നമ്പറിൽ വിത്ത് കോർഡിനേഷൻ നമ്പറിൽ ഡിഫറെന്റ് എക്സാമ്പിൾസ് ആണ്. സീസിയം ക്ലോറൈഡിന്റെ കോർഡിനേഷൻ നമ്പർ 8 ആണ്. സം അതർ മെറ്റീരിയൽസിന്റെ കോർഡിനേഷൻ നമ്പർ 4 ആണ്. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് AMHP ടൈപ്പ് ക്രിസ്റ്റൽ സ്ട്രക്ചർ ആണ്. ഓക്കെ, AMHP AH ടൈപ്പ്, അതതിന്റെ ഫോർമാറ്റ് ആണ് കാണിക്കുന്നത് AMHP. Here the anions and cations does not qualify for the AH type of structure. അപ്പോൾ നമുക്കറിയാം ചില certain compounds the anions and cations may not qualify for the AH type structure. ഓക്കെ, അപ്പോൾ AH type structure ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അന്നേരം കിട്ടുന്ന ഒരു പുതിയ സ്ട്രക്ചർ ആണ്. അപ്പോൾ അതിന്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത് AMHP ടൈപ്പ് സ്ട്രക്ചർ ആയിരിക്കും. വേർ സ്മോൾ m is not equal to p. m is not equal to p. സോ ഇതിന്റെ ഒരു കോമൺ എക്സാമ്പിൾ ആണ് CaF2. Calcium fluoride is an example for AMHP type crystal structure. So the coordination number here is 8 and radius ratio is 0.8. ഇതിന്റെ other examples എന്ന് പറയുന്നത് ZrO2, zirconium dioxide, അതുപോലെ PuO2, plutonium oxide, thorium oxide and thorium dioxide. So calcium fluoride, ഇതൊക്കെയാണ് ഡിഫറെന്റ് എക്സാമ്പിൾസ് ഫോർ AMHP type crystal structure.
നോക്കാം, ആദ്യത്തത് AH ടൈപ്പ് ക്രിസ്റ്റൽ സ്ട്രക്ചർ ആയിരുന്നു. പോപ്പുലർ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് NaCl, സോഡിയം ക്ലോറൈഡ്. സെക്കൻഡ് വൺ ഈസ് AmHp ടൈപ്പ് ക്രിസ്റ്റൽ സ്ട്രക്ചർ. അപ്പോൾ AH ടൈപ്പ് ഫോം ചെയ്യാത്തതൊക്കെ AmHp ടൈപ്പ് ക്രിസ്റ്റൽ സ്ട്രക്ചർ ആണ് ഫോം ചെയ്യുന്നത്, വേർ M ഈസ് നോട്ട് ഈക്വൽ ടു P. ഓക്കെ, കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് CaF2 കാൽഷ്യം ഫ്ലൂറൈഡ്. അതിന്റെ അപ്പോൾ ഒരു എക്സാമ്പിളിന്റെ കോർഡിനേഷൻ നമ്പറും റേഡിയസ് റേഷ്യോയും കൂടി എഴുതണം. പ്ലസ് അതർ എക്സാമ്പിൾസ് ആർ ഓൾസോ ദർ, ലൈക്ക് ZrO2, PuO2 and THO2. Third type of crystal structure is AmBnHp type crystal structure. AmBnHp type crystal structure. So it's at another category of ceramic compounds having more than one type of cations. അപ്പോൾ ഇതിൽ നോക്കിയാൽ ഒന്നിലധികം cations ഉണ്ട്. So the particular structure consists of more than one cations. Their chemical formula is represented as AmBnHp. So അതിന്റെ എക്സാമ്പിൾസ് ആയി നമുക്ക് നോക്കാം. So more than one type of cations ഉണ്ടാവും. എക്സാമ്പിൾസ് ആയിട്ട് BaTiO3 അല്ലെ, SrZnO3. ഇതൊക്കെ ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ആണ്. ഇപ്പോൾ SR എന്ന് വെച്ചാൽ സ്ട്രോൺഷ്യം ആണ്. നിങ്ങൾക്ക് നോക്കാം, പീരിയോഡിക് ടേബിൾ നോക്കിയാൽ ഒരുപാട് എലമെന്റ്സ് ഉണ്ടല്ലേ. സ്ട്രോൺഷ്യം സിർക്കോണിയം ഓക്സൈഡ് ആണ് Zr. അതുപോലെ BaTiO3 ഈസ് ബാരിയം ടൈട്രാനേറ്റ്. അതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. SrSnO3 ഉണ്ട് അല്ലെ. സ്ട്രോൺഷ്യത്തിന്റെ SN എന്ന് വെച്ചാൽ ടിൻ, സ്ട്രോൺഷ്യൻ ടിൻ ഓക്സൈഡ് ആണ്. അതുപോലെ MgAl2O3, Al2O4 ഉണ്ട്. മെഗ്നീഷ്യം അലുമിനേറ്റ്, അതുപോലെ അയൺ അലുമിനേറ്റ്, അതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഈ AmBnHp ടൈപ്പ് ക്രിസ്റ്റൽസ്. ഓക്കെ, കോർഡിനേഷൻ നമ്പർ നോക്കിയാൽ ബാരിയം ടെട്രാനേറ്റിന്റെ മാത്രം കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 12 ആണ് ഫോർ ബേരിയം ആൻഡ് 6 ഫോർ ടൈറ്റാനിയം ആൻഡ് 6 ഫോർ O2. അപ്പോൾ ഓരോ അയോണിനും അതിന് ചുറ്റിലും എത്ര നിയറസ്റ്റ് അയോൺസ് ഉണ്ട് എന്നാണ് അതിന്റെ കോർഡിനേഷൻ നമ്പർ അല്ലേ. അപ്പോൾ ബേരിയം അയോണിന്റെ കേസ് Ba2+ കേസിൽ there are 12 nearmost other ions. For titanium there are 6 nearmost other ions, and for oxygen there are 6 nearmost other ions. So അതാണ് അതിന്റെ കോർഡിനേഷൻ നമ്പർ. ഓക്കെ, നമ്മൾ നോക്കിയെന്നാണ് സെറാമിക്സ് ആണ്. സെറാമിക്സിന്റെ ഡിഫറെന്റ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് ആണ്. ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് സെറാമിക്സ് ഇമ്പോർട്ടന്റ് ആണ്. അതൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ട് വരെ ചോദിക്കാം. സോ നിങ്ങൾ എഴുതേണ്ടത് 3 ടൈപ്സ് ഉണ്ട്. ഓരോ ടൈപ്പിന്റെയും AH എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ AmHp എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അതിന്റെ പോപ്പുലർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഇൻക്ലൂഡിംഗ് ഇത് കോർഡിനേഷൻ നമ്പർ ആൻഡ് റേഡിയസ് റേഷ്യോ പ്ലസ് അതർ എക്സാമ്പിൾസ് ഓൾസോ. ഇതാണ് എല്ലാത്തിനും നിങ്ങൾ എഴുതേണ്ടത്. ഇത് ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. 6 മാർക്കിനോ 7 മാർക്കിനോ ഉള്ള എസ്സേ ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ട് എക്സാമിന് വരാം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് അപ്ലിക്കേഷൻ ഓഫ് സെറാമിക്സ്. വൺ ഈസ് ഗ്ലാസസ്. നമുക്കറിയാം ഗ്ലാസിന്റെ ഡിഫറെന്റ് മെറ്റീരിയൽസ് ആയിട്ട്, അല്ലെങ്കിൽ ഗ്ലാസ് സെറാമിക്സ് ആർ ദർ. നമുക്കറിയാം ഗ്ലാസ് ഒക്കെ ഒരു ടൈപ്പ് ഓഫ് സെറാമിക്സ് ആണ്. ഇപ്പോൾ ഗ്ലാസ്സിൽ തന്നെ ഗ്ലാസസ് ഉണ്ട്, ഗ്ലാസ് സെറാമിക്സ് ഉണ്ട്. ഓക്കെ, സോ ആക്ച്വലി ഗ്ലാസ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ഗ്ലാസി സ്റ്റേറ്റിലെ ഒരു മാറ്ററിനെയാണ് നമ്മൾ ഗ്ലാസ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, നമുക്കറിയാം ഗ്ലാസ് പറഞ്ഞാൽ എന്താണ്? അതൊരു നമുക്കൊരു ഐസ് പോലത്തെ സ്ട്രക്ചർ ആണല്ലേ. അല്ലെങ്കിൽ നമുക്കറിയാം ലിക്വിഡ് പോലെയാണ്, പക്ഷെ അത് ലിക്വിഡിനെ നമ്മൾ അതിന്റെ സോളിഡ് ഫോമിലേക്ക് മാറ്റിയാൽ നമുക്ക് എന്താ കിട്ടും? ഗ്ലാസി അല്ലെ. നമുക്ക് വേണമെങ്കിൽ ഗ്ലാസി സ്റ്റേറ്റ് എന്ന് പറയാം ഐസിന. ഓക്കെ, ഒരു ലിക്വിഡ് ക്രിസ്റ്റലൈസ് ചെയ്യാണ്ട് അത് കൂൾ ചെയ്താൽ എങ്ങനെയാണ് ഉണ്ടാവുക? അപ്പൊ കിട്ടുന്ന ഒരു സോളിഡ് എന്തായിരിക്കും? അതുപോലെയാണ് ഗ്ലാസ് ഉള്ളത് അല്ലെ. സോ ഗ്ലാസ് ക്യാൻ ബി കോൾഡ് ആസ് എ സൂപ്പർ കൂൾഡ് ലിക്വിഡ് അല്ലെ. ഇപ്പോൾ ആക്ച്വലി ഐസിൽ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് ക്രിസ്റ്റൽ ആയിട്ടായിരിക്കും ഉണ്ടാവില്ല. ആക്ച്വലി ക്രിസ്റ്റലൈസേഷൻ അല്ലാണ്ട് ഒരു ലിക്വിഡ് കൂൾ ചെയ്താൽ നമുക്ക് ഗ്ലാസ് പോലത്തെ സ്ട്രക്ചർ ആയിരിക്കും സോളിഡ് ആയിട്ട് കിട്ടുന്നത്. സോ ഗ്ലാസ് ക്യാൻ ബി കോൾഡ് ആസ് എ സൂപ്പർ കൂൾഡ് ലിക്വിഡ്. സോ അല്ലെങ്കിൽ നമുക്കറിയാം ഒരു വെരി ഹൈ വിസ്കസ് ലിക്വിഡ് when it solidifies we will get glass. Okay, പക്ഷേ ഈ ഒരു ഗ്ലാസ്സിന് നമുക്കറിയാം ഇറ്റ് ഹാസ് ഗോട്ട് ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെ. ഒരു സോളിഡ് പോലെ തന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ബട്ട് ഇറ്റ് വിൽ ബി വെരി ഹാർഡ് ആൻഡ് വെരി ബ്രിട്ടിൽ അല്ലെ. അത് അതിന് ട്രാൻസ്പാരന്റ് ആണെന്നത്, ട്രാൻസ്പാരൻസി ഉണ്ട്. കെമിക്കലി അത് ഇനേർട്ട് ആണ് നമുക്കറിയാം. നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലാസ് നമ്മളെ കിച്ചൺ ഒരുപാട് യൂട്ടൻസിൽസിലും അല്ലെങ്കിൽ എനി അതർ അപ്ലിക്കേഷൻസ് ഗ്ലാസ്സിൽ വരാൻ കാരണം അത് എന്താണ്? അത് ഹാംലെസ് ആണല്ലേ. കാരണം അതിന് കെമിക്കലി അത് ഇനേർട്ട് ആണ്. അതുപോലെ തന്നെ അത് ഹാർഡാണ്. ഹാർഡായിട്ടുള്ള ഹാർഡ്നെസ്സിന് വേണ്ടി നമുക്ക് അത് ഉപയോഗിക്കാം. പക്ഷേ അതിന്റെ പ്രശ്നം എന്താണ്? ഇറ്റ് ഈസ് ബ്രിട്ടിൽ. അഗൈൻ ഇറ്റ് ഈസ് ട്രാൻസ്പെറന്റ് ആണ്, ബട്ട് ഇറ്റ് ഈസ് ബ്രിട്ടിൽ. അപ്പോൾ ബ്രിട്ടിൽ കാരണം അതെന്താണ്? പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും. അതാണ് അതിന്റെ ഒരു പ്രശ്നം. ക്ലേ പ്രോഡക്ട്സ് ഉണ്ടല്ലേ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലേ പ്രോഡക്ട്സ് ആപ്ലിക്കേഷനിൽ വരുന്നതാണ്. സ്ട്രക്ചറൽ ക്ലേ പ്രോഡക്ട്സ് ഉണ്ട്, വൈറ്റ് വെയേഴ്സ് ഉണ്ട്, റീഫ്രാക്ടറി മെറ്റീരിയൽസ് അല്ലെ.
നമ്മൾ ഉപയോഗിക്കുന്ന ക്ലേ, സിലിക്ക, ഓക്കെ, റിഫ്രാക്ടറി മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ, ഇതൊക്കെ സെറാമിക്സിന്റെ എക്സാമ്പിൾസ് ആണ്. അതുപോലെ എബ്രസീവ് മെറ്റീരിയൽസ്, സിമെന്റ്സ്, അതുപോലെ തന്നെ അഡ്വാൻസ് സെറാമിക്സ് ഉണ്ട്. ദീസ് ഓൾ ആർ, അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ടൈൽസ്, പോർസലൈൻ, ഇതൊക്കെ സെറാമിക് മെറ്റീരിയൽസ് ആണ്. നമുക്കറിയാം പോർസലൈൻ ഒക്കെ നമ്മൾ ഫ്യൂസ് വെയറിൽ ഉപയോഗിക്കുന്നുണ്ട്, നമ്മളെ കിച്ചൺ യൂട്ടൻസിൽസിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, പ്ലേറ്റ്സ് ആയിട്ടുള്ള യൂസ് ചെയ്യുന്നുണ്ട്, പോർസലൈൻ ഗ്ലാസസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സെറാമിക്സിന്റെ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് ആണ്. ലാസ്റ്റുള്ള ഒരു ടോപ്പിക്കാണ് ടൈറ്റാനിയം ആൻഡ് ഇറ്റ്സ് അലോയ്സ്. ആക്ച്വലി നമ്മളിപ്പോൾ നോക്കിയ ഡിഫറെന്റ് മെറ്റീരിയൽസ് നോക്കിയാലേ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ഈസ് ദർ, സൂപ്പർ അലോയ്സ് ആർ ദർ അല്ലെ, മാരേജിങ് സ്റ്റീൽ, സ്പെസിഫിക് ആയിട്ട് ചില മെറ്റീരിയൽസ് ആണ്, ഇന്റർമെറ്റാലിക്സ്, ഇന്റർമെറ്റാലിക് കോമ്പൗണ്ട്സ്. ഇതുപോലെ ഇനിയും ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ബയോ മെറ്റീരിയൽസ് ഉണ്ട്, ന്യൂക്ലിയർ മെറ്റീരിയൽസ് ഉണ്ട്, വേറെ സ്മാർട്ട് മെറ്റീരിയൽസ്, ഓക്കെ, ക്വാർട്സ് ക്രിസ്റ്റൽസ് പോലത്തെ വെച്ചിട്ട് സ്മാർട്ട് മെറ്റീരിയൽസ് ഉണ്ട്, അല്ലെങ്കിൽ കാർബൺ ഫൈബേഴ്സ് വെച്ചിട്ടുള്ള സ്മാർട്ട് മെറ്റീരിയൽസ് ഉണ്ട്, ഒപ്റ്റിക്കൽ കാർബൺ ഫൈബർ കേബിൾസ് ഒക്കെ, ന്യൂക്ലിയർ മെറ്റീരിയൽസ് ഉണ്ട്, ഇപ്പോൾ യുറാനിയം, പ്ലൂട്ടോണിയം ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, അത് വെച്ചിട്ടുള്ള ന്യൂക്ലിയർ മെറ്റീരിയൽസ് ഉണ്ട്. ദെൻ ബയോ മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ഈ ബയോ മെറ്റീരിയൽസിൽ വരുന്നതാണ് ഒരു എക്സാമ്പിളാണ് ഈ ടൈറ്റാനിയം, അല്ലെങ്കിൽ ടൈറ്റാനിയത്തിന്റെ യൂസേജ് വരുന്നത് ആസ് എ ബയോ മെറ്റീരിയൽ ആണ്. ടൈറ്റാനിയം ആൻഡ് ടൈറ്റാനിയം അലോയ്സ് ആർ യൂസ്ഡ് ദർ. ഓക്കെ, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഹിപ്പ് ജോയിന്റ്, കിഡ്നി ബയോ മെറ്റീരിയൽസ് പറയുമ്പോൾ അത് മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ബയോ മെറ്റീരിയൽസ് പറയുമ്പോൾ നമുക്കത് എന്താണ്, ഹ്യൂമൻ ഓർഗാൻസിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് നമുക്ക് ഉപയോഗിക്കാം. അതുകൂടാണ്ട് ഒരുപാട് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട് മെറ്റീരിയൽസ് അല്ലേ, ലൈക്ക് കിഡ്നി ഡയാലിസിസ് മെഷീൻ അല്ലെ, അതുപോലെ ബോൺസിനെ റീപ്ലേസ് ചെയ്ത് ബോൺ പ്ലേറ്റ്സ് അല്ലെ, അതുപോലെ അതിൻ്റെ തന്നെ സ്ക്രൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ബോൺ പ്ലേറ്റ് സ്ക്രൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും അല്ലെ. പിന്നെ കാർഡിയാക്ക് നമുക്കറിയാം, ഡെന്റൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതുപോലെ കാർഡിയാക് പേസ് മേക്കർ, അതൊരു ആർട്ടിഫിഷ്യൽ അപ്പോ ഇതിൽ വരുന്ന ഒരു മെയിൻ ആയിട്ട് ഒരു ബയോമെറ്റീരിയൽ ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ മെഡിക്കൽ ഫീൽഡിലും ഡെന്റൽ ഫീൽഡിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അലോയ്, ഒരു മെറ്റലാണ് ടൈറ്റാനിയം ആൻഡ് ദ അലോയ്സ്. Titanium and its alloys are getting great attention in both medical and dental fields because of their excellent biocompatibility, lightweight, excellent balance of mechanical properties, excellent corrosion resistance. These are different properties of titanium and its alloys, and they have got a wide application in medical and dental fields. They are commonly used for implant devices replacing failed hard tissues like artificial hip joints, artificial knee joint, bone plate, dental implants, dental products such as crowns, bridges and dentures. Crowns, bridges and dentures, dental products ആയിട്ട് വരുന്നു. ഇവിടെയൊക്കെ ടൈറ്റാനിയം അലോയ്സിന്റെ ആപ്ലിക്കേഷൻ വരുന്നു. ടൈറ്റാനിയമിന്റെ ഒരു അലോയ് ആണ് Ti6Al4V എന്ന് വെച്ചാൽ ടൈറ്റാനിയം അലോയ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ അതിൽ അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള അലോയിങ് എലമെന്റ്സ് ആണ് അലൂമിനിയവും വെനേഡിയവും. സോ ദർ ഇസ് ഓൾമോസ്റ്റ് 6% അടുത്ത് അലൂമിനിയം ആഡ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് 4.4% അടുത്ത് വെനേഡിയം ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ വെനേഡിയം ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ടൈറ്റാനിയം അലോയ് Ti6Al4V is widely used to manufacture implants. അപ്പോൾ ഇതുപോലെ മെഡിക്കൽ ഫീൽഡിലെ ഇംപ്ലാന്റ്സിനായിട്ട് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ടൈറ്റാനിയം അലോയ് ആണ് Ti6Al4V. മെയിൻ അലോയിങ് എലമെന്റ്സ് ഓഫ് ദിസ് അലോയ് ആർ അലൂമിനിയം ആൻഡ് വെനേഡിയം. അലൂമിനിയം 5.5 to 6.5 റേഞ്ചിൽ ആഡ് ചെയ്യാം. വെനേഡിയം ഓൾസോ യു ക്യാൻ ആഡ് ഇൻ ദ റേഞ്ച് ഓഫ് 3.5 to 4.5 റേഞ്ച്. ഈ അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നില്ല എന്ന് അടുത്ത 2 പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഓൾറെഡി അലൂമിനിയം നമ്മൾ ഓൾറെഡി അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം ഒക്കെ നോക്കിയാണ്. അതുപോലെ അയൺ ഇതിന്റെ ടൈറ്റാനിയം അലോയ്സിന്റെ ഇതുപോലത്തെ ഡയഗ്രാംസ് നോക്കിയാൽ നമുക്കറിയാം അതിൽ ആൽഫ ആൻഡ് ബീറ്റ ഫേസസ് ഉണ്ടാവും. അപ്പോൾ ആൽഫ ആൻഡ് ബീറ്റ ഫേസസിലെ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ വേരിയേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ദ അഡീഷൻ ഓഫ് ദീസ് അലോയിങ് എലമെന്റ്സ്. സോ അതിന്റെ ഒരു പ്രോപ്പർട്ടി ഇംപ്രൂവ്മെന്റ് ആണ് ഉണ്ടാകുന്നത്. സോ ദാറ്റ് ബൈ ദാറ്റ് വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് ഇൻ മെഡിക്കൽ ഫീൽഡ്. ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൈറ്റാനിയം അലോയ്സ് അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങളെ ഈ മൊഡ്യൂളിലുള്ളത്. അപ്പോൾ ഇതോടുകൂടി നിങ്ങളെ ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി.
കംപ്ലീറ്റ് ആയെന്ന് വെച്ചാൽ 5 മൊഡ്യൂൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് സിലബസും കവർ ചെയ്തു നമ്മൾ. ഓൾമോസ്റ്റ് അല്ല, കംപ്ലീറ്റ് കവർ ചെയ്തു. നമുക്ക് കുറച്ച് ടോപ്പിക്സ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പ്രോബ്ലമാറ്റിക് ആയിട്ട് നോക്കിയ മില്ലർ ഇൻഡീസസും ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അല്ലേ. ഫിക്സ്ഡ് ഓൻ്റെ ഇടയിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ റേഡിയസ് റേഷ്യോ, FCC BCC ക്രിസ്റ്റൽ സ്ട്രക്ചർ വരുന്ന സമയത്ത് നമുക്കറിയാം ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഉണ്ട്, APF ഒക്കെ, അവിടെ 1-2 പ്രോബ്ലംസ് ഉണ്ട്. അതുപോലെ തന്നെ ഹോൾപെക്ക് ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ ഇക്വേഷൻസ് ബേസ് ചെയ്ത് പ്രോബ്ലംസ് ഒരുപക്ഷെ ചോദിക്കാം. ഇക്വേഷൻസ് ഇല്ലടത്തൊക്കെ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ പ്രോബ്ലംസ് ആയിരിക്കും ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. അതിനോടൊപ്പം തന്നെ റിവിഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട റെമഡിയൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ റെമഡിയൽ ക്ലാസ്സും കൂടി ഇനിയുള്ള സെഷൻസിൽ ഉണ്ടാവും. എന്തെങ്കിലും അതുപോലെ തന്നെ എനിക്ക് വേറെ കാര്യം പറയാനുള്ളത്, നിങ്ങളെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ കേസിൽ, സെക്കൻഡ് സീരീസ് ടെസ്റ്റിൻ്റെ കേസിൽ ഒരുപാട് ആൾക്കാർ ഫെയിൽ ആയിട്ടുണ്ട്. അതിലും 35 ബിലോ 35 ഉള്ളവർ നിങ്ങളുടെ അത് ഒരു പ്രാവശ്യം എഴുതി സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്ഷൻ അടക്കം എഴുതണം. കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ 1 ടൈം കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഇത് നീറ്റ് സ്കെച്ച് വരച്ചിട്ട്, ഇത് സ്കെയിൽ ഉപയോഗിച്ചിട്ട് തന്നെ നീറ്റ് സ്കെച്ച് വരച്ചിട്ട് എനിക്കത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതെനിക്ക് ത്രൂ മെയിൽ അയച്ചാൽ മതി. മെയിൽ ഐ ഡി ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ത്രൂ മെയിൽ അത് 35 ബിലോയിൽ എല്ലാവരും നിർബന്ധമായിട്ട് അത് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഒരു അറ്റൻഡൻസ് ഒന്ന് പറയാം. അതിനുമുമ്പ് ഈ ഒരു മൊഡ്യൂൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ഈ ഒരു മൊഡ്യൂളിൽ നിങ്ങളെ എക്സാമിന് ഈ മൊഡ്യൂൾ വന്നിട്ടില്ല. എക്സാമിന് ഫസ്റ്റ് 2 മൊഡ്യൂളായിരുന്നു ഫസ്റ്റ് സീരീസിന്, അടുത്ത 2 മൊഡ്യൂളായിരുന്നു അടുത്ത സീരീസിൻ്റെത്. അപ്പോൾ ഈ ഒരു 5th മൊഡ്യൂളിന് എക്സ്ക്ലൂസീവായിട്ട് ഞാനൊരു യൂണിറ്റ് ടെസ്റ്റ് നടത്തും. അതിൻ്റെ ഡേറ്റ് ഞാൻ അനൗൺസ് ചെയ്യാം. ഒരു എക്സ്ക്ലൂസീവായിട്ട് ഒരു യൂണിറ്റ് ടെസ്റ്റ് നടത്തും. അതുപോലെ തന്നെ നിങ്ങൾക്ക് 5th മൊഡ്യൂളിൽ നിന്ന് അസൈൻമെന്റ് ഇന്ന് പബ്ലിഷ് ചെയ്യും നമ്മുടെ ലിൻവേസിൽ. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഡേറ്റിന് മുമ്പ് തന്നെ എല്ലാവരും അത് എഴുതി സബ്മിറ്റ് ചെയ്യുക. ഒരുപാട് ആൾക്കാർ അസൈൻമെന്റ് ഇനിയും വെക്കാത്തവരുണ്ട്. 4th മൊഡ്യൂളിന്റെ അസൈൻമെന്റ് തന്നിട്ട് ഇനിയും വെക്കാത്ത ആൾക്കാരുണ്ട്. എല്ലാവർക്കും 0 മാർക്കായിരിക്കും അവാർഡ് ചെയ്യുന്നത്. അസൈൻമെന്റ് ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മാർക്ക് കിട്ടുന്നതാണ്. അതൊക്കെ വെറുതെ കളയാന്ന് വെച്ചാൽ നിങ്ങളുടെ ക്ലാസ് മാത്രമേ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാവരും അസൈൻമെന്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് വെക്കുന്നുണ്ട്, എക്സാംസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ക്ലാസ് മാത്രമാണ് ഇത്. ഇതിൻ്റെ എല്ലാം ഫൈനൽ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഇനി ജനുവരി തൊട്ടിട്ട് കോളേജിലേക്ക് വരേണ്ടി വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എപ്പോഴും ഒരു ബാക്കിൽ എപ്പോഴും ഒരു ബേർഡൻ ആയിട്ട് ഉണ്ടാവും. ഈ സപ്ലികളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ എക്സാംസും ഉണ്ടാവും ജനുവരി തൊട്ട്, മീൻസ് ഡിസംബർ തൊട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂള് പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത് ഒരുപാട് ഡിഫറെൻറ്റ് ടോപ്പിക്സ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നുണ്ട്. ഫ്രാക്ചേഴ്സ് വരുന്നുണ്ട്, ഫ്രാക്ചറിന്റെ തിയറി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രാക്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫാറ്റീഗ് വരുന്നുണ്ട്. ഫാറ്റീഗ് നമ്മൾ 5th മൊഡ്യൂളിലും വരുന്നുണ്ട്, 4th മൊഡ്യൂളിലും കുറച്ച് വരുന്നുണ്ട്. ഫ്രാക്ചർ വരുന്നുണ്ട്, ഫാറ്റീഗ് വരുന്നുണ്ട്, ക്രീപ്പ് വരുന്നുണ്ട്. ഇത് മൂന്ന് ടോപ്പിക്കാണ്. ഇത് മൂന്നിനും മെക്കാനിസംസ് ഉണ്ട്, മൂന്നിനും ഫിഗേഴ്സ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് 5th മൊഡ്യൂൾ. ഇതിൽ നിന്ന് ഷുവറായിട്ടും ഈ പാർട്സ് ഒക്കെ ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ തന്നെ ഈ ഒരു മൊഡ്യൂളിൽ പ്രോബ്ലം ആയിട്ടൊന്നും ചോദിക്കാനില്ല. അതുകൊണ്ട് തിയറി ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഈ മൊഡ്യൂളിൽ മാക്സിമം നമുക്ക് തിയറി ക്വസ്റ്റ്യൻസേ വരാനുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ കോമ്പോസിറ്റ് മെറ്റീരിയൽസ്, ലാസ്റ്റ് പറഞ്ഞ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ ടൈറ്റാനിയം അലോയ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്, സെറാമിക്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു യൂണിറ്റ് ടെസ്റ്റ് എക്സ്ക്ലൂസീവ് ആയിട്ട് ഞാൻ നടത്തും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഓക്കെ, അറ്റൻഡൻസ് ഒന്ന് പറഞ്ഞോ. ആകാശ് കെ എം. സർ പ്രസന്റ് സർ. അഖിൽ എം. പ്രസന്റ് സർ. അമിത് കെ. പ്രസന്റ് സർ. അനിരുദ്ധ് സുരേഷ്. പ്രസന്റ് സർ. കാർത്തിക് കോത്തേരി. പ്രസന്റ് സർ. മുഹമ്മദ് ലാദിൻ. പ്രസന്റ് സർ.